ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ അക്കച്ചിയുടെ അവിടെ ചെന്ന് പിറ്റേന്ന് വൈഗി ഡാമിൽ പോയി കേട്ടോ. ഡാമും പാർക്കും കൂടെ കേട്ടോ. പിള്ളേർക്കൊക്കെ കളിക്കാൻ നല്ല ഇതാണ്. അതിൽ കയറാൻ വേണ്ടിയിട്ട് ആകെ 10 രൂപ ഉള്ളൂ. ഒരാൾക്ക് കയറാൻ വേണ്ടി 10 രൂപ ചാർജ് ആകുന്നുള്ളൂ വൈഗി ഡാമിൻ്റെ ഉള്ളിലോട്ട്. അതിനുള്ളിൽ കയറിയതേ പൈനാപ്പിളും മാങ്ങ ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ട് വെച്ചാണ്. അതുമായിട്ട് പിള്ളേരെല്ലാം ഇങ്ങനെ നടന്നു ഡാമിൻ്റെ അതിലുള്ള വഴി കൂടെ അങ്ങോട്ട് പോവുകയാണ്. ഇവിടെ അപ്പുറത്തെ സ്ഥലത്തോട്ടും ഇപ്പോഴത്തെ സ്ഥലത്തോട്ടും എല്ലാം ഉണ്ട്. വലിയൊരു എത്രയോ ഏക്കറി വെച്ചിരിക്കുന്ന കേട്ടോ. അതിൽ നൂറ ഇപ്പം ട്രെയിൻ കാത്തിരിക്കുകയാണ്. ഞങ്ങൾ ട്രെയിനിൽ കയറാൻ വേണ്ടി ഇരിക്കുകയാണ്. ട്രെയിൻ ഇതാ വന്നു കേട്ടോ. ട്രെയിനിനകത്ത് കയറാൻ ഒരാൾക്ക് 10 രൂപയേ ഉള്ളൂ കേട്ടോ. ട്രെയിൻ നല്ല ഇതായിരുന്നു. പിള്ളേരെല്ലാം ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ട്രെയിനിനകത്ത് പോകുന്നത്. നെസ്രയായും നൂറായും എല്ലാം ആദ്യമായിട്ടാണ് കേട്ടോ ട്രെയിനിൽ കയറുന്നത്. അതിൽ നെസ്രയുടെ കൂടെ നിൽക്കുന്നതാണ് നാത്തൂൻ്റെ മകനാണ്. ഒരു 5-10 മിനിറ്റ് എടുക്കും കേട്ടോ നമ്മൾ ട്രെയിനിൽ കയറി വന്ന് തിരിച്ചിറങ്ങാം. അവിടെ കുറച്ച് സ്ഥലത്തൂടെ നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുപോകും. നെസ്രയാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. ട്രെയിനിൽ ആദ്യമായിട്ടാണ് കയറുന്നത്. അതിൻ്റെ ആ ഒരു ഇതും പാർക്കിലും കൂടെ ആണല്ലോ. ഇനി അടുത്തടുത്തോട്ട് കയറണം എന്നൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാട്ടോ അവൾ പോകുന്നത്. ഞങ്ങൾ എപ്പം അക്കച്ചിയുടെ അവിടെ പോയാലും ഞങ്ങൾ വൈഗി ഡാമിൽ പോകും. സാധാരണ ഞങ്ങൾ രാവിലെ എല്ലാം കഴിക്കാനുള്ളതെല്ലാം ഉണ്ടാക്കി പെറുക്കിയൊക്കെയാണ് പോകുന്നത്. അവിടെ പോയിരുന്ന് കഴിച്ചൊക്കെ ആണ് വരുന്നത്. ട്രെയിനിൽ കയറിയപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരുന്നു കേട്ടോ ഇത്, തണലിൽ കയറുന്നത്. പിള്ളേർക്കൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഞാനും ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെറുതായിട്ടാണെങ്കിലും ഇതിൽ കയറുന്നത് തന്നെ. നല്ല ഇതായിരുന്നു കേട്ടോ. പിള്ളേർക്ക് ഭയങ്കര ഹാപ്പിയായിട്ട് ഒച്ച വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതിൽ കയറിയിട്ടേ. ഒരു ദിവസം വേണം കേട്ടോ പാർക്കിൽ കൂടെ നമ്മൾ മൊത്തം കയറി ഇറങ്ങി എല്ലാം കണ്ട് എല്ലാത്തിലും കയറിയൊക്കെ വരാൻ വേണ്ടിയിട്ട്. നല്ല ഞങ്ങൾ രാവിലെ വരുന്നവരാണ്. പക്ഷേ അന്ന് നൈറ്റ് വണ്ടി ഓടിച്ചെല്ലാം വന്നതിന് ക്ഷീണം കാരണം അണച്ചെല്ലാം കിടന്ന് കുറച്ച് താമസിച്ചായിരുന്നു ഏറ്റത്. ഞങ്ങൾ നേരത്തെയൊക്കെ വരുമ്പോൾ ട്രെയിനും ഈ ബോട്ടിങ്ങും ഒന്നും ഇല്ലായിരുന്നു ഇവിടെ. എല്ലാം പണിതുകൊണ്ടിരിക്കുന്നതേ ഉള്ളായിരുന്നു. ഇപ്രാവശ്യം വന്നപ്പോൾ അതിൻ്റെ എല്ലാം പണി തീർന്നായിരുന്നു. നെസ്ര ബോട്ടിങ് എന്നവർക്ക് ടാറ്റയൊക്കെ കൊടുത്ത് ഇങ്ങനെ വരും. ഞങ്ങൾ പിന്നെ അവിടെ എത്താറായി, സ്റ്റോപ്പിൽ ചെല്ലാറായി. അവിടെ ഞങ്ങൾ ചെന്നിറങ്ങി. അതിൻ്റെ ആ ട്രെയിനിൽ കയറുന്നതിൻ്റെ അവിടെ തന്നെ മുകളിൽ കൂടെ ഇങ്ങനെ സ്റ്റെയർ കേസോ അല്ലൊരു ചെറിയ ഇതുപോലെ പിള്ളേർക്ക് ഇങ്ങനെ കയറി ഇറങ്ങാനും അവിടെ നോക്കി നമ്മളൊക്കെ അവിടുത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കാണാവേ. അതിൻ്റെ മണ്ടയെല്ലാം കയറി നൂറായും നെസ്രയും എല്ലാം ഇങ്ങനെ നടക്കുമായിരുന്നു. മുനീറും ഒക്കെ. അക്കച്ചിയുടെ കൊച്ചിൻ്റെ ചേർക്കൻ്റെ പേരാണ് മുനീറെന്ന്. അതിൽ നിന്ന് ഇറങ്ങുന്നതേ പിള്ളേർക്ക് ഇനി അടുത്ത പാർക്കിലോട്ട് അടുത്ത സ്ഥലത്തോട്ട് പോകണം എന്നൊരു ഇതിലാണ്. ചാടി പെട്ടെന്ന് ഇറങ്ങി എല്ലാവരും അടുത്തടുത്തോട്ട് ഓടുക. നിൽക്കാൻ ടൈമില്ല, അടുത്തടുത്തോട്ട് ഓടുക. ഇതുപോലെ ചെറിയ കടകളൊക്കെ അവിടെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. അവിടെ ചെറിയ ഉപ്പിലിട്ടതും ചെറിയ പൊരി സാധനങ്ങളും ഒക്കെ ഉണ്ട്. വലിയ വിലയൊന്നുമില്ല, ചെറുതായിട്ട് എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട്. അത്യാവശ്യം നമ്മുടെ വയറ് നിറയാനൊക്കെ ഉള്ളതൊക്കെ ഉണ്ട് അവിടെ. ഡാമിൻ്റെ പാർക്ക് അടുത്തൊരു വേറൊരു ഭാഗമാണിത്, വേറൊരു സൈഡാണിത്. ഇതിലോട്ട് പോയാൽ ഇവിടെ ഒരുപാട് കളിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ റേറ്റ് ഒന്നും ആകുന്നില്ല. അപ്പുറത്തെ സൈഡിലുണ്ടായിരുന്ന എനിക്ക് കുറച്ച് 10 രൂപയൊക്കെ റേറ്റ് വെച്ച് ഓരോരുത്തർക്കാവും. പിള്ളേർക്ക് അതിലൊന്നും കയറണ്ട. ഇപ്പുറത്തെ ഇതിനകത്ത് കയറുന്ന അവർക്കതാണ് ഇഷ്ടം. ഇങ്ങനെ നമ്മൾ കുറച്ചിങ്ങനെ സ്റ്റെപ്പൊക്കെ കയറി അവിടെ നല്ല മരങ്ങളും ചെടികളും ഓരോ മൃഗങ്ങളുടെ ഓരോ സ്റ്റാച്ചു ഒക്കെ അവരവിടെ പണിത് വെച്ചിട്ടുണ്ട്. നമുക്കിങ്ങനെ കണ്ട് കേട്ട് തന്നെ പോകാൻ തന്നെ നല്ല രസമാണ്. കുഞ്ഞിപ്പണീന് ഓടാൻ പറ്റിയ സ്ഥലമാണ്. കുഞ്ഞിപ്പനാണെങ്കിൽ കയ്യിലൊന്നും പഠിപ്പിക്കത്തില്ല. സ്റ്റെപ്പൊക്കെ അവൾ ചുമ്മാ കയറി പോകാം. നമുക്ക് പേടിയാണ്. അവൾ വീഴാനൊക്കെ പോകുന്നുണ്ട്. അവൾക്ക് എതിലേ ഓടണം, എങ്ങോട്ട് ഓടണമെന്നുള്ള ഇതിൽ അവൾ ഭയങ്കര ഓട്ടമാണ്. അക്കച്ചിയുടെ കൊച്ചാണ്, മർജാന എന്ന പേര്. അവളാണ് ഇവളുടെ പുറകെ ഓടുന്നത് മൊത്തം. ഇവിടെ കയറിയ കൂടുതലും അധികം സ്ലൈഡ്സാണ്. പല വലിപ്പമാണ് അതിനെല്ലാം. അതിൽ കുഞ്ഞു പിള്ളേർക്ക് പറ്റിയതും വലിയവർക്ക് പറ്റിയതും ഒക്കെ ആയിട്ട് കുറേ ഉണ്ട്. ഈ ആനയുടെ വായിക്കൂടെ ഇറങ്ങുന്നതാണ് പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടം. അത് ഭയങ്കര ഹൈറ്റാണ്, നമുക്ക് തന്നെ പേടി തോന്നും. അതിലെയാണ് നെസ്രിയായും മുനീറും എല്ലാം കയറി സ്ലൈഡ് ചെയ്യുന്നത്. നൂറാണെങ്കിൽ അടുത്തടുത്ത് സ്ലൈഡിൽ കയറിയിട്ട് അവൾക്ക് അതിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്നില്ല. ഭയങ്കര ഹൈറ്റാണ്. നമുക്ക് മുകളിൽ നിന്ന് നോക്കുമ്പോൾ പേടിയാകും. അവൾ കുറേ നേരം ഇരുന്നിട്ട് ഞങ്ങളാരും പറഞ്ഞിട്ട് ഇറങ്ങിയില്ല. പിന്നെ അവൾ തന്നെ ഇറങ്ങി വന്നു. കുഞ്ഞിപ്പെണ്ണിനെ അവിടെ ഉള്ളൊരു ചേച്ചിയാണ്, തമിഴാണ്. ആ ചേച്ചി അവളെ ഇങ്ങനെ അതിൽ കൂടെ സ്ലൈഡ് ചെയ്യിക്കുവാണ്. നെസ്രിയായും മുനീറുമാണ് ആനയുടെ വായിക്കൂടെയുള്ള സ്ലൈഡിൽ കൂടെ കയറി ഇറങ്ങുന്നത് മൊത്തം. അവൾമാർക്ക് അതാണ് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം തന്നെ. അതിൽ പിള്ളേരെല്ലാം കയറി എല്ലാവരും ഭയങ്കര ഇതിലാണ്. നമ്മളിതിനെ താഴെ ചെല്ലുമ്പോൾ ഒന്ന് പിടിക്കാനായിരുന്നു. കുഞ്ഞുങ്ങളാണെങ്കിൽ ഇങ്ങനെ ചാടി അവിടെ ഒരു കുഴി പോലെ ആയിട്ടുണ്ട്. അപ്പോൾ പിള്ളേർക്ക് എന്ന് അവിടെ ചെന്ന് ചാടുമ്പോൾ പാടാം. പിള്ളേരോടൊരു കുഞ്ഞു കൊച്ചിവിടെ ഉണ്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡും ചാടി സ്ലൈഡിലെ കൂടെ ഊർന്ന് വന്നിട്ടുണ്ട്. കുഞ്ഞിനെ ഊഞ്ഞാലാട്ടുക എന്നുള്ള പേര് ഹസ്ബൻഡ് ഊഞ്ഞാലാടിച്ചാണ്. അക്കച്ചി തന്നെയാണ് ഈ നെസ്രയെ ഊഞ്ഞാലാട്ടി വിടുന്നത്.
നൂറായും ആജാനായ ആട്ടമാണ്. നസ്രിയാണ് അതിൻ്റെ ഇടയ്ക്ക് പിണങ്ങി പിന്നെ പോയി. നസ്രിയാക്ക് ഊഞ്ഞാലാടാൻ കിട്ടിയില്ല, അതിനവൾ പിണങ്ങി പോയിരിക്കുവാണ്. ഇവരെ അവിടെ തന്നെയാണേലും മുനീറൊന്നും അങ്ങനെ പോകാറില്ല പാർക്കിലൊക്കെ. ഞങ്ങളൊക്കെ വരുമ്പോൾ ഞങ്ങളുടെ കൂടെ പോകുന്നതേ ഉള്ളൂ. നേരത്തെ നമ്മൾ വരുമ്പം ഇതൊന്നും ഇല്ലായിരുന്നു കേട്ടോ. വൈക്കി ഡാമിൽ ലൈറ്റും ഇതൊക്കെ അവിടെ പണിതുകൊണ്ടിരിക്കും കേട്ടോ. അതിൽ വെള്ളം വരാനുള്ള സംവിധാനമൊക്കെ ചെയ്യുക. ലൈറ്റും ഓരോ സ്റ്റാച്ചുവും പാമ്പാട്ടിയും പാമ്പും അങ്ങനെയൊക്കെ കുറേ തരത്തിലുള്ള സ്റ്റാച്ചുകൾ അവർ വെക്കുന്നുണ്ട് കേട്ടോ. അതിൽ നല്ല രസം, ഫുൾ ലൈറ്റ്സൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. അന്ന് ഇതൊന്നും ഇല്ലായിരുന്നുകൊണ്ട് ഇപ്പോൾ കാണുമ്പോൾ ഭംഗിയുണ്ട്. ഇനി ഒരു പ്രാവശ്യം കൂടെ പോകുമ്പോഴത്തേനും ഇതിലും ഭംഗിയായിരിക്കും. ഫുള്ള് വർക്കെല്ലാം തീർത്ത് ലൈറ്റും എല്ലാം കൂടെ ആയി നല്ല രസമായിരിക്കും. നമ്മൾ നടന്നു പോകുന്നത് എങ്ങോട്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. നമ്മൾ നടന്നു പോകുന്നത് ഡാമിൻ്റെ മുകളിലാണ് കേട്ടോ. ഡാം കാണാൻ കയറി പോവുകയാണ് മുകളിലോട്ട് കയറി പോകുന്നതിനിടയ്ക്കാണ് ഇതെല്ലാം ഇവരിവിടെ വെച്ചിരിക്കുന്നത്. അതിൻ്റെ ആ ഭംഗിയാണ് കാണുന്നതെല്ലാം. നമ്മൾ ഡാമിൻ്റെ പൊക്കത്ത് അങ്ങനെ എത്തിയിരിക്കുകയാണ്. അവിടെ നല്ല ഭംഗി, എന്നിട്ട് നല്ല സമയം, ആ ഒരു സൂര്യാസ്തമയ സമയമായതുകൊണ്ട് നല്ല രസമായിരുന്നു കാണാൻ. അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ ഷൂട്ടും നടക്കുന്നുണ്ട്. ചെറിയൊരു വീഡിയോ ഷൂട്ടാണ്. നല്ല ആ സൂര്യാസ്തമയം കാണാനായിരുന്നു നല്ല. നമ്മളത് തന്നെ കണ്ടുകൊണ്ട് അവിടെ നിൽക്കും. ഇവിടെ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ വൈഗി ഡാമിന് പോകുമ്പോൾ അവിടെ നമ്മൾ സ്ത്രീകൾക്ക് ബസ്സിനാണെങ്കിൽ ചാർജ് ചെയ്യില്ല കേട്ടോ. ടിക്കറ്റ് എടുക്കുന്നില്ല, ടിക്കറ്റ് ഇല്ല അവർക്ക്. ആണുങ്ങൾക്ക് മാത്രമേ എടുക്കുന്നുള്ളൂ, പെണ്ണുങ്ങൾക്ക് ടിക്കറ്റേ ഇല്ല. ഞങ്ങൾ ഒരു പ്രാവശ്യം ഇതുപോലെ പോയപ്പം കൂടുതലും സ്ത്രീകളായിരുന്നു, പക്ഷേ ആകെ 2 ടിക്കറ്റേ എടുക്കേണ്ടി വന്നുള്ളൂ. 2 ആണുങ്ങളെ ഉള്ളായിരുന്നു, ബാക്കി എല്ലാം പെണ്ണുങ്ങളുണ്ട്. 5-6 പെണ്ണുങ്ങളുണ്ട്. ആർക്കും ഒരു ടിക്കറ്റ് പോലും അവരെടുത്തിട്ടില്ല. നമ്മൾ ഡാമിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെയാണ് ഈ താഴ്വശം കാണുന്നതെല്ലാം. ഞങ്ങൾ പിന്നെ താഴോട്ട് ഇറങ്ങാമാണ്. സ്റ്റെപ്പിൽ കൂടെ നമ്മൾ ഒരു സൈഡിൽ കൂടെ കയറി ഇപ്പോഴത്തെ സൈഡിൽ കൂടെയാണ് നമ്മൾ ഇറങ്ങുന്നത്. അത് സ്റ്റെപ്പ് വഴി ഇറങ്ങുന്ന ഡാമിൻ്റെ സൈഡിൽ കൂടെ കേട്ടോ നമ്മൾ ഇറങ്ങുന്നത്. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണേ. ഇറങ്ങുന്ന സമയത്തും പിള്ളേർ ബോംബെ മിഠായി ഉണ്ട്, അതൊക്കെ മേടിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതിന് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.